ആദ്യമായിട്ട് ഡോൾഫിനേറിയോ പിന്നെ സീൽ ഷോയും കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. 11 മണിക്കാണ് ഷോ. ഒരു ടിക്കറ്റിന് 89 dirhams. അങ്ങനെ 2 പേര് 3/4 മണിക്കൂറാണ് ഷോ അല്ലേ? കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ എത്തും. ഭയങ്കര സൈലൻസ് അല്ലേ വെച്ചാൽ നല്ല വെയിലുണ്ട്. പക്ഷെ വെയിലുണ്ടെങ്കിൽ അത്ര ചൂടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നല്ല സൈലൻസ്. നിറച്ചും ആൾക്കാരുണ്ട്. കുറേ കുട്ടിപ്പട്ടാളങ്ങൾ ആ പാർക്കിൻ്റെ ചിൽഡ്രൻസ് പാർക്കിലേക്കൊക്കെ കയറി പോയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ക്രീക്ക് പാർക്ക്. ഇവിടുത്തെ ചിൽഡ്രൻ സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സംഭവമൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല. അതിൻ്റെ ഉള്ളിൽ പോയി നോക്കണം. പിന്നെ ഇതാണ് ഡോൾഫിനോറിയത്തിലേക്ക് പോകാനുള്ള വഴി. ഈ കാണുന്നതാണ് ഡോൾഫിനേറിയം. അത് മാത്രമല്ല ഇതിനകത്ത് മറ്റേ പക്ഷികളുടെ ഷോയൊക്കെ ഉണ്ട്, ബേർഡ് ഷോയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡോൾഫിനേറിയത്തിൻ്റെ ഉൾവശം. ഈ ഉള്ളിൽ കാണുന്ന നടുക്കത്തെ റെഡ് സീറ്റാണ് VIP സീറ്റുകൾ. ബാക്കി സീറ്റുകളെല്ലാം നോർമൽ സീറ്റാണ്. നമുക്ക് ഇഷ്ടമുള്ളിടത്തിരിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുമ്പിലത്തെ 3 റോകളിൽ ഇരിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ. നമുക്ക് നന്നായിട്ട് അടുത്ത് കാണാൻ പറ്റുകയൊക്കെ ചെയ്യും. സെറ്റഡാണോ? ശരിക്കും പറയിപ്പിച്ചാന്ന് തോന്നത്തേ ഇല്ല അല്ലേ ചാ? എങ്ങനെയുണ്ടായിരുന്നു ഷോ? നല്ല അടിപൊളിയാ അല്ലേ? നല്ല രസമാണ്. ഇടയ്ക്കായിട്ട് ഇഷ്ടപ്പെട്ട എന്താ, സീലാണോ അതോ ഡോൾഫിൻ ആയിരുന്നോ? കൂടുതൽ എന്റർടൈൻ ചെയ്യുന്ന സീലാണ് അല്ലേ? ഡോൾഫിൻ ഉണ്ട്, പക്ഷെ സീല് ഭയങ്കര രസമാണ്. നല്ല രസമാട്ടോ അല്ലേ? നമുക്ക് തോന്നുന്നു അവന്മാരെയൊക്കെ ഒന്ന് തൊടാനൊക്കെ ഒരു തോന്നും. ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ അവന്മാർക്ക് ഇങ്ങനെ ഫുഡ് കൊടുത്തോണ്ടേ ഇരിക്കണം. ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഫുഡ് മുഖ്യം ബിഗില് അല്ലേ? ഇത് അവിടെ ഉള്ള പാർക്കാട്ടോ, ക്രീക്ക് പാർക്ക്. ട്രക്കിംഗ്. അതെ, കാണാൻ പോകുന്ന ട്രക്കിംഗ് ആണ് ഗൈസ്. വനക്കട്ടയോടുകൂടി നിങ്ങളത് കാണേണ്ടതാണ്. അതെ, അതിസാഹസമായി മല കയറാൻ പോവുകയാണ്. ഫോളോ മീ. നിങ്ങൾക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫോർ മീ ഇറ്റ്സ് വെരി ഈസി. എന്നെ ആരും അനുകരിക്കരുത്. എന്താ ഇത് കണ്ട ആരും അനുകരിക്കരുത്. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഉത്തരവാദികളായിരിക്കും. 2 മൈന. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ 2 മൈനകളിൽ വിശ്വാസമുണ്ടോ? ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ഒറ്റ മൈനനെ കണ്ടിട്ട് പോയ ദിവസം എൻ്റെ പൊട്ടയാന്ന് എന്നൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. എനിക്കൊന്നും എല്ലാവർക്കും തന്നെ ഇതുപോലെയൊക്കെ ഉണ്ടെന്ന് ഓരോ അന്ധവിശ്വാസങ്ങൾ. ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഒറ്റ മൈനനെ കണ്ടു അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 2ാമത്തെ മൈന എവിടെയെങ്കിലും നിൽപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി തപ്പി കണ്ടുപിടിക്കാനൊക്കെ നോക്കും. മിട്ടുമുയൽ വഴി കണ്ടുപിടിക്കുകയാണ് ഗൈസ്. ഇതിലാണോ? അല്ല, ഇവിടെ ഉണ്ടോ? അതിലില്ല. അവിടെ വഴിയുണ്ടോ? ഓ ദേ മിട്ടുമുയൽ വഴി കണ്ടുപിടിച്ചു കേട്ടോ. ഓ ദേ എക്സിറ്റ് ആയി. ആ രസമുണ്ടേ. നല്ല രസമുണ്ടല്ലേ? നല്ല വ്യൂ. ഈ പാർക്ക് ഫുള്ള് രസമുണ്ടേ അല്ലേ? നിറച്ച് മരങ്ങളും കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയുള്ള സമാധാനമായിട്ട് ഓടി കളിക്കാനുള്ള എല്ലാ സ്ഥലവും ഉണ്ട് ഇതിനകത്ത് അല്ലേട്ടേ? കുറേ മൈതാനങ്ങളും ആ സെയിം സമയത്ത് തന്നെ ഫാമിലിക്കൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാനും. പിന്നെ അവിടെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അറ്റത്ത്. ഉച്ചയ്ക്ക് ആയപ്പോൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ നേരെ പോകുന്നത് ശരവണ ഭവനിലേക്കാട്ടോ, കരാമയിലുള്ള ഞങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റ് ഹോട്ടലാണ് ശരവണ ഭവൻ. ചില ദിവസം രാത്രിയിലേക്ക് ഫുഡ് കഴിക്കാൻ ചെറിയ ക്രേവിംഗ് ഒക്കെ വരുമ്പോഴേക്കും ഞങ്ങൾ നേരെ ശരവണ ഭവനിലേക്ക് വരും. എന്നിട്ട് അവിടെ നല്ലൊരു മസാല ദോശ കഴിക്കും, കൂടുതലൊരു ഫിൽറ്റർ കോഫിയും. ഇത്തവണ ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്ന തമിഴ്നാടൻ മീൽസ് ആയിരുന്നു കേട്ടോ. കൂടുതൽ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാടൻ ഫുഡ്സൊക്കെ. അപ്പം ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ എവിലിൻകുട്ടിയുടെ ആനുവൽ ഡേ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടായും ഞാനും റെഡി. അപ്പോൾ കൊച്ചിൻ്റെ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ പ്രമാണിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിലിൻകുട്ടിയുടെ ഡാൻസും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ കാണാം. സംസാരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടും. എവിലിൻകുട്ടിയുടെ സ്കൂള് ബ്രൈറ്റ് റൈഡർ സ്കൂൾ. അമ്മ ടിജോങ്ങളും അജീഷച്ചും. അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല, വെളിയിൽ കുറച്ച് വില്ലായ്മയാണ്, പക്ഷെ സൈഡുകളിലായിട്ട് ആൾക്കാരിടുന്നത്. And now the big one. True to our motto of nurturing talent and empowering ingenuity,
കുട്ടിപ്പട്ടാളങ്ങളുടെയൊക്കെ ഡാൻസ് അടിപൊളിയാട്ടോ. ഒരുപാട് ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സിൽ നിന്നും ഓരോരോ ഡാൻസ് വീതം. ഇതാണ് ഡ്രസ് കുഞ്ഞിന്റെ. അടിപൊളി സൂപ്പർ ഡാൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നേ. സൂപ്പറിലായിരുന്നു കേട്ടോ ഈ കൊച്ചിന്റെ ഡാൻസ്. അടിപൊളിയായിരുന്നു കേട്ടോ. സ്കൂളിൽ കളിച്ച ഡാൻസിൻ്റെ ബാക്കി പെർഫോമൻസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെറിയതായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ കോസ്റ്റ്യൂമിൻ്റെ കൂടെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റോസാപ്പൂവിൻ്റെ ഒരു ക്ലിപ്പ്. അത് ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ഇപ്പം മിസ്സായിപ്പോയി. ഇവരും കൂട്ടി ഭയങ്കര ഡെസ്പായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ കണ്ടുപിടിച്ചു. കുറച്ച് നേരം തപ്പി നടന്നപ്പോഴേക്കും കിട്ടി. പക്ഷെ എന്നാലും ഞങ്ങൾ കുറച്ച് നേരം കൂടെ കൊച്ചിനൊന്ന് കളിപ്പിച്ചിട്ടാണോ കൊടുത്തത്. ഞാൻ പറയുന്നു ഇവലിനോട് അത് കിട്ടിയില്ലെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ് തരാന്ന്. നീ എന്ത് ചെയ്യും? അത് കിട്ടിയില്ലോ, നീ എങ്ങനെയാ സർപ്രൈസ് ഗിഫ്റ്റ് വരിക? അതെന്താ ഞാൻ പറഞ്ഞത്? അത് കണ്ടില്ലെങ്കിൽ കുഞ്ഞിന് വിഷമാവുമല്ലോ. അപ്പൊ സർപ്രൈസ് ഗിഫ്റ്റ് തരൂന്നാ പറഞ്ഞേ. എന്തോ ചെയ്യും? പെട്ടു. ഇത് കിട്ടണ്ടായിരുന്നല്ലേ ഇവല്? പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഓരോ ഷവർമയും ബർഗറും ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്, ബൈ ബൈ.